ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ വേരിയൻസ് ഒന്നുമില്ല, ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാമല്ലോ, അതിൻ്റെ സ്ക്വയറിനാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം, അതിൻ്റെ സ്ക്വയർ, അതാണ് വേരിയൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം താഴേക്ക് എഴുതാം. ഓക്കെ ആണോ? എന്നിട്ട് നമ്മളിവിടെ എഴുതാം എക്സ് ഐ എഴുതാം. ഡാറ്റാസ് എല്ലാം താഴേക്ക് എഴുതുന്നു. ഏതൊക്കെയാണ് ഡാറ്റ? 6, 7, 10, 12, 13, 4, 8, 12 എല്ലാം താഴേക്ക് എഴുതി. മീൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. വേരിയൻസ് കാണണമെങ്കിലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിലും ആദ്യം നമ്മൾ മീൻ കാണണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ നമുക്ക് മീൻ കാണാം, അതായത് എക്സ് ബാർ കാണാം. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇല്ലല്ലോ, സിഗ്മ എക്സ് ഐ ബൈ എൻ ആണല്ലോ എക്സ് ബാർ. ശരിയല്ലേ? സിഗ്മ എക്സ് ഇതെല്ലാനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 72 കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതെല്ലാനും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 72 കിട്ടും. നിങ്ങൾക്കത് ആഡ് ചെയ്ത് നോക്കാം. സിഗ്മ എക്സ് ഐ 72 കിട്ടും. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1, 2, 3, 4, 5, 6, 7, 8. 72/8 വരും, 9 വരും. ഇതാണ് എക്സ് ബാർ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ, അത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയിൽ റൂട്ട് ഉണ്ടായിരുന്നല്ലോ അല്ലേ? സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഇല്ലാതെ എഴുതിയാൽ മതി. വേരിയൻസ് കാണാൻ പറഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല ജസ്റ്റ് റൂട്ട് ഇല്ലാതെ അങ്ങനെ എഴുതിയാൽ മതി. ഇത് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ബൈ എൻ. അതിന് റൂട്ട് കൊടുക്കുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ വേരിയൻസ് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് റൂട്ട് ഇല്ലാതെ എഴുതാം. അപ്പോൾ ഇവിടെ നോക്കാം, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയറിന് വേണ്ടി ഇവിടെ ഒരു കോളം വേണമല്ലോ, വേണ്ടേ? അപ്പം അത് എഴുതാം. ഇവിടെ ഞാനൊരു കോളം വരയ്ക്കുകയാണ്. എന്താണ്? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ അല്ലേ? എക്സ് ഐ മൈനസ് എക്സ് ബാർ, അതായത് 9 ഓൾ സ്ക്വയർ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റണമല്ലോ. ക്ലിയർ? എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ എക്സ് ഐക്ക് ഓരോ വാല്യൂ കൊടുക്കുക. 6 - 9 3 സ്ക്വയർ. മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈനെ പറ്റി ആലോചിക്കേണ്ട, സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് പോവും, അതുകൊണ്ട് നെഗറ്റീവിനെ പറ്റി ബോധറാവണ്ട. എക്സ് ഐക്ക് 6 കൊടുക്കുമ്പോൾ 6 - 9 3 3 സ്ക്വയർ 9. 7 - 9 2 2 സ്ക്വയർ 4. 10 - 9 1 1 സ്ക്വയർ 1. 12 - 9 3 3 സ്ക്വയർ 9. 13 - 9 4 4 സ്ക്വയർ 16. 4 - 9 -5 സ്ക്വയർ ചെയ്യുമ്പോൾ 25. 8 - 9 1 1 സ്ക്വയർ 1. 12 - 9 3 3 സ്ക്വയർ 9. എല്ലാം സ്ക്വയർ ചെയ്ത് എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? ഇനി ഫോർമുല നോക്കണം. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ എല്ലാം താഴേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണ സ്റ്റെപ്പ് പറയണില്ല. അത് ആഡ് ചെയ്ത് വരുമ്പോൾ 74 കിട്ടും. ഒന്ന് ആഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ആഡ് ചെയ്ത് വരുമ്പോൾ 74 കിട്ടും. സോ വേരിയൻസ് വിൽ ബി 74 ഡിവൈഡ് ബൈ എൻ. എൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 8. 74 ഡിവൈഡഡ് ബൈ 8 വരും. ചെയ്തു വരുമ്പോൾ ആൻസർ 9.25 ആണ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതണമെങ്കിൽ റൂട്ട് 9.25 ഇടാം.